അപ്പോൾ ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഭരണഘടനയുടെ ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചോദിച്ചു, അതിനൊക്കെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ ഭരണഘടനയിൽ വകുപ്പില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ സൗകര്യമുള്ളൂ എന്നാണ്. ഇന്നത്തെ രീതി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് കാര്യങ്ങളെ കാണേണ്ടത് എങ്കിൽ ഭരണഘടനയുടെ ചുമതലകളും അതിൻ്റെ പരിധികളും ഒക്കെ ഇനി കുട്ടികളെ പഠിപ്പിച്ചേക്കാമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെയാകുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇത് പഠിക്കേണ്ട ആളുകൾ വേറെയല്ലേ? ലാൽ, നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദിന് വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട് ഈ ഹാർഡ് കോർ RSS എന്നുള്ളതല്ല, അതിനേക്കാൾ മൂത്തതായിട്ടുള്ള ഈ അണലി മുറ്റിക്കഴിയുമ്പോൾ കൊമ്പേറിയായി മാറുമെന്ന് പറയുന്നത് പോലെ, ഞാനീ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ക്ഷോഭമെല്ലാം വരുന്നുവെങ്കിൽ ആ ക്ഷോഭത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ആ ക്ഷോഭത്തെ പുഞ്ചിരി കൊണ്ട് മറയ്ക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇവിടെ ഈ പറഞ്ഞതായ ശ്രീ ആർലേക്കർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പരിപാടി അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ നടത്താം, അതാർക്കും നടത്താം. നമ്മളാരെങ്കിലും എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ തീന്മേശയിൽ വീട്ടിനകത്താരും ഒളിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടേതായ ശൗചാലയങ്ങളിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ബാത്റൂം സിംഗേഴ്സായി എന്തെല്ലാം പാട്ടുപാടുന്നു എന്നുള്ളതും നമ്മളെന്താണ് അവിടെ നമ്മുടെ ക്രയവിക്രയങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ആരും പീപ്പിംഗ് ടോമായി വരേണ്ടതില്ല എന്നുള്ളതും, മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ വരേണ്ടതില്ല എന്നുള്ളതും, ആരുടെയെങ്കിലും അവരുടെ സ്വകാര്യ കിടപ്പറകളിൽ അവർ ഏത് വേഷത്തിലാണ് കഴിയുന്നത് എന്നുള്ളത്, അതല്ല പരിപൂർണ നഗ്നരായിട്ടാണോ, ഇതൊന്നും ആരും അറിയേണ്ടതില്ല എന്നുള്ള കാര്യം, അതൊക്കെ ശരിയായ കാര്യങ്ങൾ. എന്നാൽ രാജ്ഭവൻ എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ്. അതാണ് ഗവർണർ എന്നുള്ള പ്രതിനിധിയായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. നാം ഒരു ഭരണഘടന നിലവിലുള്ള രാഷ്ട്രത്തിലാണ്. സഖാവ് ശിവൻകുട്ടി പറഞ്ഞ കാര്യം, ഇന്ത്യ എൻ്റെ രാഷ്ട്രമാണ്, അത് തെറ്റാണ് എന്ന് പറയാൻ ഷാബു പ്രസാദിനോ അല്ല ശിവൻകുട്ടിക്കെതിരായി പ്രകടനം നടത്തിയതായിട്ടുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഭാരതം എൻ്റെ രാഷ്ട്രമാണ്, ഇന്ത്യ എൻ്റെ രാഷ്ട്രമാണ് അല്ല എന്നവർ പറയുമോ? പറയില്ലല്ലോ. ശിവൻകുട്ടി പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയല്ലേ? ഈ ഭരണഘടന നമ്മുടെ എല്ലാം ഭരണഘടനയാണ്. അങ്ങനെയാണ് ഈ ഭരണഘടന എന്നുള്ളത് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ ഈ രാത്രി പകലാക്കിയിരുന്ന ആ ഒരു കാലത്ത് ലോകത്തിൽ പലയിടങ്ങളിലുമുള്ള ഭരണഘടനകളും ഈ രാജ്യത്തുണ്ടായിരുന്ന നമ്മുടെ പുതുതായി പിറവിയെടുത്തൊരു രാഷ്ട്രമാണ്. ഇത് അഖണ്ഡ ഭാരത സങ്കല്പമല്ല, നമുക്ക് പറയാനായി വളരെ എളുപ്പമാണ്. ഈ നാട്ടിൽ നടത്തിയതായിട്ടുള്ള വെട്ടും കുത്തും കൊലപാതകവും അത്തരത്തിലുള്ള തമ്മിൽ തല്ലുകളെന്ന് ഒരു പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതായിട്ടുള്ള യുദ്ധങ്ങൾ, മഹായുദ്ധങ്ങൾ പലതും നടത്തിയ നാടുവാഴികളും രാജാക്കന്മാരും ആർക്ക് വേണ്ടിയായിരുന്നു നടത്തിയത്? ഇതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? ചേരചോള പാണ്ഡ്യന്മാരുടെ കാലത്തും അതുപോലെ ചാലൂക്യന്മാരുടെ കാലത്തും സിന്ധ്യ രാജകുടുംബവുമായി ബന്ധപ്പെട്ടും പഴയ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടും ഇതെല്ലാം എങ്ങനെയാണ് നടന്നത്? നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടക്കുന്നതിന് മുമ്പ് അമൂർത്തമായ ഒരു സങ്കല്പം മാത്രമായിരുന്ന ഒരു ഭൂഖണ്ഡം, ഒരു ഉപഭൂഖണ്ഡം, അത് അത്തരത്തിലൊരു രാഷ്ട്രമായി മാറുകയും ഒരു കോൺസെപ്റ്റ് ഓഫ് നേഷൻഹുഡ് എന്നുള്ളതിലേക്ക് വരികയും അങ്ങനെ ഒരു രാഷ്ട്രം പുതുതായി പിറവിയെടുക്കുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ജുഡീഷ്യറിയുടെയും അധികാരങ്ങളെ സംബന്ധിച്ച് നിർവചിക്കുകയും അവിടെ പ്രജകളല്ല പൗരന്മാരായി മാറുകയും ചെയ്യുകയാണ്. നമ്മുടെ ചങ്ങാതി ഷാബു പറയുന്ന അനുസരിച്ചാണെങ്കിൽ എല്ലാവരും പ്രജകളാണ്. പഴയ വൈസ്രോയുടെ കാലത്ത് അങ്ങനെ നമുക്കെല്ലാം തന്നെ ഇവിടെ വൈസ്രോയുടെ ഏജൻറ്റുമാരായി ഉണ്ടായിരുന്ന റെസിഡൻറ്റുമാരുടെ എല്ലാം മുമ്പിൽ അവർക്കും കുമ്പിട്ട് നിൽക്കുന്ന ചില മഹാരാജാക്കന്മാരും അവരുടെ പ്രജകളായി വോട്ടവകാശം പോലും ഇല്ലാത്തവരും ഉണ്ടായിരുന്ന കാലത്തു നിന്ന് മാറി നമ്മളെല്ലാവരും പൗരന്മാരായി. ഈ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പൗരന്മാരെ തുല്യരായി കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചിലരെങ്കിലും വിശ്വസിക്കുന്ന അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ തുല്യരല്ല അവരുടെ അനുഭവത്തിൽ എന്ന്. ഞാൻ ഈ പറഞ്ഞത് ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനാ പ്രസംഗത്തിൽ നിന്നാണ്. ഇനി ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഭരണഘടന പഠിക്കണം, കുട്ടികൾ മാത്രമല്ല ഗവർണർമാരും പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഭാഗത്തിൽ ദി സ്റ്റേറ്റ്സ് എന്നുള്ളതിനകത്ത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്താണ് ആർട്ടിക്കിൾ 153 ഇന്ത്യയിലെ ഗവർണർമാരെ കുറിച്ച് പറയുന്നത്. ആ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് 154 പറയുകയും 155 രാഷ്ട്രപതി എങ്ങനെയാണ് ഈ ഗവർണർമാരെ നിയമിക്കുന്നത് എന്നുള്ളതും പറയുകയാണ്.
ഇവിടെ ഗവർണർമാരുടെ യോഗ്യതകളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഈ ഭരണഘടനയിൽ ഇതുവരെ പറയാതെ പോയിട്ടുള്ളത്, അത് ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ബാധകമായത് ഗവർണർമാർക്ക് ബാധകമല്ല. അതെന്താണെന്നറിയാമോ ഡോക്ടർ ലാലെ? തലയ്ക്ക് വെളിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്, ആ യോഗ്യത പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 159 ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇംഗ്ലീഷിലുള്ള ഭരണഘടനയുടെ പതിപ്പിൽ നിന്ന് ഞാൻ വായിക്കാം. ഇതിൻ്റെ സത്യപ്രതിജ്ഞ എങ്ങനെയാണ് ശ്രീ ആർലേക്കർ അടക്കം നടത്തിയത്? ഇവിടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള ആർലേക്കറുടെ മുഴുവൻ പേരും വായിച്ചിട്ട് ഡു സ്വയർ, അത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആവാം, സോളംലി അഫേം ആവാം, that I will faithfully execute the office of governor or discharge the functions of governor of the state of Kerala and will to the best of my ability preserve, protect and defend the constitution and the law, and that I will devote myself to the service and well-being of the people of the state of Kerala. ശരി, അപ്പോൾ ഇതാണല്ലോ സത്യപ്രതിജ്ഞ. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കാര്യം ആർട്ടിക്കിൾ 163 പറയുകയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ. ഭരണഘടനയാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? there shall be a council of ministers with the chief minister at the head to aid and advise the governor in the exercise of his functions. ഇത് യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡിറ്റോ പതിപ്പാണ്. രാഷ്ട്രപതിക്ക് അധികാരങ്ങളുണ്ട്, സുപ്രീം കമാൻഡർ ഓഫ് ദ ആർംഡ് ഫോഴ്സസ് ആണ് എന്നുള്ളത് കൊണ്ട് യൂണിയൻ ക്യാബിനറ്റിൻ്റേതായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഗവർണർമാർ ഭരിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അന്തിമമായി പറഞ്ഞിട്ടും അതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടും എന്നെ തല്ലണ്ടമ്മാവാൻ ഞാൻ നന്നാവില്ല എന്നുള്ള നിലയിലേക്ക് പല ഗവർണർമാരും പെരുമാറിയതുകൊണ്ട് പറഞ്ഞു അപ്പോഴും ഇത് തന്നെ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഭാരതാംബയുടെ ചിത്രം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുകയാണല്ലോ. അതൊന്ന് പ്രിയപ്പെട്ട ഷാബു, ഇതാണല്ലോ വിശ്വവിഖ്യാതമായ ചിത്രം. അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ചതായിട്ടുള്ള ചിത്രം, വിശ്വവിഖ്യാതമായ ചിത്രം. നോക്കൂ, ഇവിടെ ഈ ഭാരതാംബയുടെ കയ്യിലുള്ളതെല്ലാം തന്നെ വിജ്ഞാനത്തിൻ്റെ അല്ലേ, പുരോഗതിയുടെ, സമൃദ്ധിയുടെ ഒക്കെ അടയാളങ്ങളാണ്. സൗമ്യശീലയായ ഭാരതാംബ അല്ലേ, ഇതാണല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് അങ്ങനെ നമ്മുടെയെല്ലാം ഈ പൂർവികരെയെല്ലാം ഒരുമിപ്പിക്കുന്നതിന്, അവരുടെയെല്ലാം ആ സിരകളിൽ ഒഴുകുന്ന ചോരയെ അതിനെ തിളപ്പിക്കുന്നതിന് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചൊരു പുതിയ സങ്കല്പത്തിലേക്ക്. ഇനി ഇതും ഒരു ഭാരതാംബയുടെ ചിത്രമാണ്. ഇതും പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതും ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രവും ചുറ്റുവട്ടത്തായി അത്തരത്തിൽ മഹാരഥന്മാരുടെ ചിത്രവും വെച്ച് ഇതും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇതെവിടെയാണ്? ഈ കാവിക്കൊടിയേന്തിയതായ ഒരു വനിതയുടെ ചിത്രം, ആ വനിതയുടെ ചിത്രം ഇവിടെ നിന്ന് കടമെടുത്തതാണ് എന്ന് കൂടി അറിയണം. അത് ബ്രിട്ടനിലെ ചക്രവർത്തിനിയെ പ്രകീർത്തിച്ചുകൊണ്ട് അപ്പുറത്ത് ബ്രിട്ടാനിക്ക അത്തരത്തിൽ ഒരു ചിത്രം, ആ ചിത്രത്തിൽ നിന്നാണ്. എവിടെ? സിംഹം. എവിടെ? ബ്രിട്ടൻ്റെ. ഇവിടെ ഈ പറയുന്ന ശ്രീ ആർലേക്കർ വെച്ച ചിത്രം ഇന്ത്യയുടെ ദേശീയ മൃഗമാണോ? അത് ആണോ? കടുവയല്ലേ ഇന്ത്യയുടെ ദേശീയ മൃഗം? മയിലല്ലേ ഇന്ത്യയുടെ ദേശീയ പക്ഷി അല്ലേ? അപ്പോൾ ഒരു രാജ്ഭവനിൽ ഇത്തരത്തിൽ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം തെറ്റായി വരച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നിട്ട് മുന്നിൽ അത്തരത്തിലൊരു സ്ത്രീയുടെ ചിത്രവും എന്നിട്ട് കാവിക്കൊടിയും അത്തരത്തിലാണ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഭരണഘടന നിഷ്കർഷിക്കുന്നതായ ഒരു കാര്യവുമല്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ രാജ്ഭവനുകളെ വേദിയാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കട ഉദ്ഘാടനത്തിന് പോകാം, മറ്റ് ചടങ്ങുകൾക്ക് പോകാം, സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു ഹാൾ വാടകയ്ക്ക് എടുത്ത് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാം. ഞാൻ ഗവർണർ എന്നുള്ള നിലയിലല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കുക, അത് പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയോ അതല്ല, പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചും ഞാൻ ചോദിക്കുന്നത് അത് വേറെ കാര്യം. ഇത് പൊതുപ്പണമാണ്, സംസ്ഥാനത്തിൻ്റെ പണമാണ്. നിങ്ങളും ഞാനും അടക്കമുള്ള ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഓരോ നയാ പൈസയുമാണ് ഗവർണർ കഴിക്കുന്ന ചായയും ഭക്ഷണവും അവിടെ ഈ വിധത്തിൽ പ്രസ്താവനയായി അച്ചടിച്ച് പുറത്തിറക്കുന്നതും മുമ്പിരുന്ന ഗവർണർ ചവച്ചു തുപ്പിയതുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്.